ബി.ജെ.പി. പ്രധാന കക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യം കായംകുളം നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. കായംകുളം എസ്.എൻ.ഡി.പി. ഹാളിൽ നടന്ന സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കായംകുളം നിയോജക മണ്ഡലം പരിധിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. കായംകുളം എസ്.എൻ.ഡി.പി. ഹാളിൽ നടന്ന സംഗമത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് യാഥാർത്ഥ്യം അറിയാം. കേരളത്തിലെ ജനങ്ങൾക്കറിയാം നരേന്ദ്രമോദി സർക്കാർ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായി അറിയാം. ഓരോ പദ്ധതി എടുത്താലും അത് ജനൌഷധി കേന്ദ്രമായിക്കൊള്ളട്ടെ, മുദ്രാ യോജന ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആയിക്കൊള്ളട്ടെ, സാധാരണക്കാർക്ക് ഭവനങ്ങൾ കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ആയിക്കൊള്ളട്ടെ, ജലജീവൻ പദ്ധതി ആയിക്കൊള്ളട്ടെ, ഓരോ പദ്ധതി എടുത്താലും അത് കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ കാലമൊക്കെ പോയി. ജനങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയിരിക്കുന്ന ആ കാലമൊക്കെ പോയി. നിങ്ങൾ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ ലഭ്യമാകേണ്ട പദ്ധതികളെ അട്ടിമറിക്കുകയാണ് പിണറായി വിജയൻ ഈ കാലങ്ങളായി ചെയ്തു വരുന്നത്. കാരണം ഇവർ കയറി ചൊറിഞ്ഞിരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ സ്വത്തിലാണ്. അറിയാം, സ്വർണത്തോട് ഭയങ്കര മോഹമാണ്, സ്വർണ്ണക്കൊള്ള. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവരെത്തിയിരിക്കുന്നത് സാക്ഷാൽ അയ്യപ്പ ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കാനാണ്. ഇന്നലെ വാസു എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ഏറ്റവും സ്വന്തക്കാരനായിട്ടുള്ള പിണിയാള് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം നടന്ന സമ്മേളനത്തിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി. തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നാലും തെരഞ്ഞെടുപ്പിന് ശേഷം വന്നാലും ഈ നിയോജക മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങൾ താമര ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക മാറ്റിവെച്ചുകൊണ്ട് സഖാക്കന്മാർ താമര ചിഹ്നത്തിൽ നമുക്ക് വോട്ട് നൽകി എന്നതിന്റെ സൂചകമാണ് നമ്മുടെ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ സഖാക്കന്മാരുടെ ഹൃദയം നമ്മളോടൊപ്പം അവർ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് കോൺഗ്രസിനും സംഭവിച്ചത്. കൈപ്പത്തി ചിഹ്നത്തിൽ കണ്ടല്ലൂർ പഞ്ചായത്തിൽ 1ാം സ്ഥാനത്ത് വന്ന പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ 1ാം സ്ഥാനത്ത് വന്നു. ഇവിടെ മാത്രമല്ല, ഹരിപ്പാട് കരുവാറ്റയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളമായ കരുവാറ്റ പഞ്ചായത്ത് നമ്മൾ 1ാം സ്ഥാനത്ത് വന്നു. ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. ഇത് ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പാർട്ടിയുടെ വിജയമാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് നമുക്കിരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ കസേര കിട്ടുമല്ലോ എന്നല്ല, നമുക്കിരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കസേര കിട്ടുമല്ലോ എന്നുള്ളതല്ല, നമുക്കിരിക്കാൻ വാർഡിൽ ഒരു ജനപ്രതിനിധിയുടെ കസേര കിട്ടുമെന്നുള്ളതല്ല. നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരുമിച്ചെടുക്കുന്ന പ്രതിജ്ഞ ഈ കായംകുളം നിയോജക മണ്ഡലത്തെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും നല്ല ജനപ്രതിനിധികളായി എന്റെ സഹോദരിമാരും സഹോദരന്മാരും മാറുമെന്നുള്ള പ്രതിജ്ഞയാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ എടുക്കുന്ന മുദ്രാവാക്യവും പ്രതിജ്ഞയുമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ജില്ലാ ഡിവിഷൻ, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളെ മേഖലാ അധ്യക്ഷൻ എൻ ഹരി പ്രഖ്യാപിച്ചു. ബി.ജെ.പി. കായംകുളം മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. മോനിഷ, ബിബിൻ സി ബാബു, മഠത്തിൽ ബിജു, പാറയിൽ രാധാകൃഷ്ണൻ, പാലമുറ്റത്ത് വിജയകുമാർ, കൃഷ്ണകുമാർ രാംദാസ്, രമേശ് കൊച്ചുമുറി, ബിജു ആമ്പക്കാട്, ബിബിൻ രാജ്, അഡ്വക്കേറ്റ് ഹേമ, സുനിത രാജ്, രാജശ്രീ കമ്മത്ത്, പ്രദീപ് കണ്ടല്ലൂർ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, പുളിയറ വേണുഗോപാൽ, ആർച്ച രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കായംകുളം നഗരസഭയിൽ എരുവക്ഷേത്രം 7ാം വാർഡിൽ ജി സുവർണകുമാർ, ശ്രീ വിട്ടോബ 10ാം വാർഡിൽ രാജേഷ് കമ്മത്ത്, ഗുരുമന്ദിരം വാർഡായ 11-ൽ എസ് അനിത, മദ്രസ വാർഡായ 14-ൽ രമണി ദേവരാജൻ, 16ാം വാർഡായ ചെപ്പള്ളിയിൽ ടി ജയചിത്ര, 17ാം വാർഡായ കരിമുട്ടത്ത് രശ്മി ഷിബു, 19ാം വാർഡായ പെരിങ്ങാല വെസ്റ്റിൽ ലിജി ദീപക്, 20ാം വാർഡായ പെരിങ്ങാല ഈസ്റ്റിൽ സുദർശനൻ, 23ാം വാർഡായ മുരുക്കുമൂടിൽ രാജശേഖരൻ, 28ാം വാർഡായ കല്ലുമൂട്ടിൽ ബിബിൻ രാജ്, 30ാം വാർഡായ അമ്പലപ്പാട് വിദ്യാലക്ഷ്മി, 31ാം വാർഡായ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ അശ്വതി ലിജു, കൃഷ്ണപുരം 32ാം വാർഡിൽ സ്മിത ലാൽ, ഫാക്ടറി 33ാം വാർഡിൽ കവിത രാജേഷ്, പുതിയിടം തെക്ക് 35ാം വാർഡിൽ വേണുഗോപാൽ, പുതിയിടം വടക്ക് 36ാം വാർഡിൽ CH അതുല്യ, 37ാം വാർഡായ മുനിസിപ്പൽ വാർഡിൽ സിന്ധു കൃഷ്ണൻ, 39ാം വാർഡായ പോളിടെക്നിക്കിൽ
ഭാസുര മോഹൻ, 41 വാർഡായ കോട്ടക്കടവിൽ എം ജയൻ, 42 വാർഡായ മൂലശ്ശേരിയിൽ ഷീല പ്രസാദ്, 43 വാർഡായ പുളിമുക്കിൽ പി കെ ഷീജ എന്നിവർ മത്സരിക്കും. CDNet ന്യൂസ്, കായംകുളം.